ഇറാൻ US കരാർ അന്തിമഘട്ടത്തിലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ഹോർമുസ് തുറക്കാൻ ഇറാൻ തയ്യാറായേക്കും. പക്ഷേ ഹോർമുസിന്റെ നിയന്ത്രണം ഇറാന്റെ കയ്യിലായിരിക്കുമെന്ന് ഇറാൻ മാധ്യമങ്ങൾ പറയുന്നു. നാവിക ഉപരോധം അമേരിക്ക പിൻവലിക്കും. ലെബനാൻ ആക്രമണം ഇസ്രായേൽ അവസാനിപ്പിക്കുമെന്നും സൂചനയുണ്ട്. 60 ദിവസമായിരിക്കും വെടിനിർത്തലിന്റെ ആദ്യഘട്ടം. BK സുഹൈൽ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകും. സുഹൈൽ, പ്രതീക്ഷാവഹമാണോ കാര്യങ്ങൾ? ഒരു കരാറിലേക്ക് ഇറാനും അമേരിക്കയും നീങ്ങുന്നു എന്ന് തന്നെയാണോ നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ? ദിവ്യ, 60 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തൽ, അതിനുശേഷം ശാശ്വതമായ ഒരു കരാർ, അതിനു മുമ്പായി ഒരു MOU. ആ MOU എത്രയും പെട്ടെന്ന് ധാരണയിലാകാനാണ് ഇപ്പോൾ തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അമേരിക്കൻ മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഹോർമുസ് കടലിടുക്ക് ഇറാൻ തുറക്കും എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും അതിന് നിയന്ത്രണം ഇറാന്റെ കൈകളിൽ തന്നെ ആയിരിക്കും. 60 ദിവസത്തെ ചർച്ച, ആ ചർച്ചയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ, അതിലുള്ള ചർച്ചകൾ നടക്കുക. അതിലേറ്റവും പ്രധാനമായി അമേരിക്ക കാണുന്നത് ആണവ വ്യാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇറാന്റെ നിലപാടുകളാണ്. ആണവ ഊർജം പൂർണ്ണമായും അതിൻ്റെ സമ്പുഷ്ടീകരണം നിർത്തിവെക്കണം ഇറാൻ എന്നുള്ള നിലപാട് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നു. അതിന് പകരമായി ഇറാനുമേലുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധം പൂർണ്ണമായും പിൻവലിക്കണം എന്ന് ഇറാനും മുന്നോട്ട് വയ്ക്കുന്നു. ഇക്കാര്യങ്ങളിലെല്ലാം വിശദമായ ചർച്ചകൾ നടക്കുക ഈ 2 മാസത്തിനുള്ളിലായിരിക്കും. അതിനു മുമ്പ് ചില കാര്യങ്ങൾ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് വരേണ്ടതുണ്ട്. അതിലൊന്ന് നാവിക ഉപരോധം പിൻവലിക്കുക എന്നുള്ളതാണ്. ഇറാന് അവരുടെ എണ്ണപ്പാടങ്ങളിൽ നിന്നും അവരുടെ എണ്ണ പൂർണ്ണമായും പുറത്തേക്ക് കൊണ്ടുപോകാനും വിൽപ്പന നടത്താനുമുള്ള സ്വാതന്ത്ര്യം അത് അമേരിക്ക നൽകണം എന്ന് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നു. അതോടൊപ്പം തന്നെ ഇറാനിൽ മാത്രം യുദ്ധം അവസാനിച്ചാൽ പോരാ, എല്ലാ ഫ്രണ്ടിലും, എല്ലാ യുദ്ധമുഖങ്ങളിലും, ലബനാനിലും അതേപോലെ തന്നെ ഹൂത്തികളുടെ യമനിലും എല്ലായിടത്തും അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ആക്രമണം അവസാനിപ്പിക്കണം എന്നാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. അതെല്ലാം ഈ ധാരണയിലായി എന്നാണ് ഇപ്പോൾ അമേരിക്കൻ മാധ്യമങ്ങൾ പറയുന്നത്. ഒരുപക്ഷെ അടുത്തൊരു 24 മണിക്കൂറിനുള്ളിൽ ഇതിൻ്റെ ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് ലോകമൊക്കെ പ്രതീക്ഷിക്കുന്നത്. അത് സാമ്പത്തിക രംഗത്ത് ലോകം അനുഭവിക്കുന്ന വലിയ പ്രതിസന്ധിക്കുള്ളൊരു പരിഹാരമാകും. പ്രത്യേകിച്ചും ഹോർമുസ് കടലിടുക്ക് തുറന്നു കഴിഞ്ഞാൽ എണ്ണ വ്യാപാര രംഗത്ത് വലിയ പ്രതിസന്ധി അയയും. അതോടുകൂടി തന്നെ എണ്ണയുടെ വിലയിടിയാനും കാരണമാകും. ആഭ്യന്തര തലത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് നേരിടുന്ന വലിയ പ്രതിസന്ധി ഈ ഒരു എണ്ണയുടെ വിഷയത്തിലാണ്. പ്രത്യേകിച്ചും സാമ്പത്തിക രംഗത്ത് വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനെല്ലാം ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. BK സുഹൈലാണ് വിവരങ്ങൾ നൽകിയത്.